എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കപ്പലണ്ടി ഉപയോഗിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പീനട്ട്സ് ഉണ്ടൽ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ വാങ്ങിക്കണം, അതായത് വറക്കാത്ത കപ്പലണ്ടി കേട്ടോ, പച്ചക്കപ്പലണ്ടി, ഉണങ്ങിയ പച്ചക്കപ്പലണ്ടിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിന് നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കണം. ഓവർനൈറ്റ് കുതിർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം ഇത് കുതിർത്തിയെടുക്കാം. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഇത് കുക്കായിട്ട് വരാം. ഞാനിപ്പോൾ ഓൾറെഡി കപ്പലണ്ടി വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓവർനൈറ്റ് ഞാൻ കുതിർത്തിയെടുത്തതാണ് കേട്ടോ. ഇതിന് നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പ്രഷർ കുക്കറിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കപ്പലണ്ടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രഷർ കുക്കർ അടച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വരണ വരെ ഇത് കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേവിച്ചെടുക്കണം കേട്ടോ. അത് നമ്മൾ എടുക്കണ കപ്പലണ്ടിക്ക് അനുസരിച്ചൊക്കെ വ്യത്യാസം വരും. പക്ഷെ വെന്ത് ഉടയാൻ പാടില്ല ആ ഒരു രീതിയിൽ, പക്ഷെ കുക്കായിട്ട് വരണം. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയതിനു ശേഷം മാത്രം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെന്തുടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു കടായി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കടുക്. കടുക് നല്ലപോലെ തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ 1 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നാളികേരത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കപ്പലണ്ടിയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതായിരുന്നു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നാളികേരം ഒരുപാട് കൊണ്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ചതിന് ശേഷം ഊറ്റിയെടുത്ത കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാളികേരം ശരിക്കും പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി നാളികേരം ശരിക്കും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് കടുക് പൊട്ടിക്കണ സമയത്ത് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 നുള്ളൊക്കെ മതി, ഒരുപാട് അളവിൽ വേണ്ട. അതിനുശേഷം നല്ലപോലെ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കപ്പലണ്ടി ഒന്നും കൂടി ചൂടായിട്ട് വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പീനട്ട്സ് ഉണ്ടൽ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലൊരു സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.